ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ 2-3 പേര് എൻ്റെ അടുത്ത് ഇതേപോലെ പറഞ്ഞു സ്കിൻ കെയർ വീഡിയോ ഇടാമോ എന്ന്. ആക്ച്വലി ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഇപ്പോൾ ഒരാഴ്ച ഞാൻ സ്കിൻ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മാസത്തേക്ക് ഞാൻ സ്കിൻ കെയർ ചെയ്യത്തേ ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരാളായ ഞാൻ എങ്ങനെ സ്കിൻ കെയർ വീഡിയോ ഇടാനാ? ഞങ്ങൾക്ക് ഇതൊരു 30 ഡേ സ്കിൻ കെയർ ചലഞ്ച് ചെയ്താൽ എന്താണെന്ന്. ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ വീഡിയോസ് അധികം അങ്ങനെ ഇല്ല. അപ്പം അവർക്കും കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിലായിരിക്കും ഞാൻ ഈ സ്കിൻ കെയർ ചലഞ്ച് ചെയ്യുന്നത്. സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്കിൻ ടൈപ്പ്. ഇപ്പം ഡ്രൈ സ്കിൻ ആണോ, കോമ്പിനേഷൻ ആണോ, ഓയിലി സ്കിൻ ആണോ? അപ്പം ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ക്ലെൻസർ, മോയ്സ്ചറൈസർ ഇതെല്ലാം നമുക്ക് യൂസ് ആക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ആയിരിക്കത്തില്ല. അതിന് പകരം നമുക്ക് കുറേ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് മുഖത്തൊക്കെ ആക്നെ വരാം, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി യൂട്യൂബേഴ്സ് ഇതിനെ കുറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാന്നുള്ളത് കണ്ടുപിടിക്കാം. സ്കിൻ കെയറിൽ ബേസിക്കലി 4 സ്റ്റെപ്സ് ആണുള്ളത്. CTMS. C എന്ന് പറയുന്നത് ക്ലെൻസർ, T എന്ന് പറയുന്നത് ടോണർ, M എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ, ദെൻ ലാസ്റ്റ് S എന്ന് പറയുന്നത് സൺസ്ക്രീൻ. അപ്പം ഇതിനെ കുറിച്ച് ഞാൻ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം വലിയ വീഡിയോ ആകും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ജസ്റ്റ് പറയാം. അപ്പൊ ഫസ്റ്റ് തിങ് ക്ലെൻസർ ആണ്. ക്ലെൻസർ എന്തിനാ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഡേർട്ട് അതേപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന ഒരു സാധനമാണ് ക്ലെൻസർ, അതായത് ഫേസ് വാഷ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്ലെൻസർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ള ക്ലെൻസേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യണം. മൈൽഡും ഉണ്ട്, ഹാർഷും ഉണ്ട്. നമ്മൾ എപ്പോഴും യൂസ് ആക്കുമ്പോൾ മൈൽഡ് ക്ലെൻസർ മാത്രമേ യൂസ് ആക്കാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് ഓൾറെഡി മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. അത് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഡേർട്ടും ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളും എല്ലാം വാഷ് ചെയ്ത് കളയാനായിട്ട് മൈൽഡ് ക്ലെൻസറാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നല്ലൊരു മൈൽഡ് ക്ലെൻസർ വേണം യൂസ് ആക്കാൻ. അപ്പൊ ഞാൻ യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം സിമ്പിളിന്റെ ഫേസ് വാഷ് ആണ്. പിന്നെ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സെറ്റാഫിൽ ആയിരുന്നു. ഈ 2 പ്രോഡക്റ്റും കിഡിലനാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. പിന്നെ അതല്ലാണ്ട് ഡോട്ട് ആൻഡ് കീയുടെ നല്ല പ്രോഡക്റ്റ്സ് ആണ്. ഞാൻ കുറെ റിവ്യൂസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ യൂസ് ചെയ്തിട്ടില്ല. നല്ലതാണെന്ന് കുറെ പേര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് യൂസ് ആക്കാം കേട്ടോ. എന്ത് യൂസ് ആക്കിയാലും സോപ്പ് മാത്രം യൂസ് ആക്കല് നമുക്ക് ഇറിറ്റേഷനും അതേപോലെ ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളും ഒക്കെ കോസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സോപ്പ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഒരു നല്ലൊരു ക്ലെൻസർ നിങ്ങൾ മേടിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോണർ ആണ്. ടോണർ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ആണോ എന്ന് വെച്ചാൽ അല്ല. പിന്നെ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ സ്കിന്നിന്റെ pHന് ഇംബാലൻസ് ഉണ്ടാവും. അപ്പൊ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് പിഗ്മെന്റേഷനും അതുപോലെ പോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനനുസരിച്ചുള്ള ടോണേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം പിഗ്മെന്റേഷൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ C ടോണർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പോഴ്സ് ആണ് നമ്മുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് നയസിനാമൈഡിന്റെ ടോണർ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടോണറാണ്, മിനിമലിസ്റ്റിന്റെ പോളിഹൈഡ്രോക്സി ആസിഡിൻ്റെത്. ഇത് ഞാൻ എന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇപ്പൊ പിഗ്മെന്റേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ C ടോണർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ പോഴ്സ് ആണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നയസിനാമൈഡിന്റെ ടോണർ കൂടി യൂസ് ചെയ്യാം. പ്ലമ്മിന്റെ ടോണർ നല്ലതാണ്. ഞാൻ പക്ഷെ യൂസ് ചെയ്തിട്ടില്ല, കാരണം മിനിമലിസ്റ്റിന്റെ തന്നെ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്നിനകത്ത് വർക്കിംഗ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് വേറെ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പോയിട്ടില്ല. നെക്സ്റ്റ് മൂവിങ് ടു മോയ്സ്ചറൈസർ. ഓയിലി സ്കിൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും മസ്റ്റായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ. എൽഡർലി ഏജിങ് അവോയ്ഡ് ചെയ്യാനും അതേപോലെ നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും മോയ്സ്ചറൈസർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ടോണർ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രീമി ടെക്സ്ചർ മോയ്സ്ചറൈസർ വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ജെൽ കൺസിസ്റ്റൻസി
സി ആയിട്ടുള്ള മോയ്സ്ചറൈസർ വേണം ചൂസ് ചെയ്യാൻ. ഇനി കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ സൺസ്ക്രീനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാർക്കും സൺസ്ക്രീൻ എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഇടുന്നതെന്നും അറിയാം. അപ്പൊ നിങ്ങൾ ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ SPF 50 ഉള്ള സൺസ്ക്രീൻ വേണം യൂസ് ആക്കാൻ. 30 ഒന്നും യൂസ് ആക്കല്, കാരണം ഇപ്പോഴത്തെ വെയിൽ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഒരു 50 ഒക്കെ ഉള്ള സൺസ്ക്രീൻ യൂസ് ആക്കിയാലേ എന്തെങ്കിലും കാര്യമുള്ളൂ. അപ്പൊ ഞാൻ കുറെ നാളുകൊണ്ട് യൂസ് ആക്കുന്നത് മിനിമലിസ്റ്റിന്റെ സൺസ്ക്രീൻ ആണ്. അതുപോലെ തന്നെ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് ഡെർമാക്കോന്റെ സൺസ്ക്രീൻ യൂസ് ആക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് സാധനങ്ങളും നല്ലതാണ്, നല്ല എഫക്റ്റീവ് ആണ്. അപ്പൊ ഡെർമാക്കോയും മിനിമലിസ്റ്റും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ മിനിമലിസ്റ്റ് ആണ്. പിന്നെ അതല്ലാണ്ട് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ നല്ലതാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീൻ നല്ലതാണ്. പിന്നെ നമ്മൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യുന്ന സമയത്ത് വൈറ്റമിൻ സി, നയസിനമൈഡ്, അതേപോലെ ഹൈലറോണിക് ആസിഡ് ഈ കണ്ടന്റ് ഒക്കെ ഉള്ള സൺസ്ക്രീനും കൂടി ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം ഇത്രയൊക്കെ മതി നമ്മുടെ സ്കിൻ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാവരുടെയും സംശയം സെറം എന്തിനാണ് യൂസ് ആക്കുന്നത് എന്നുള്ളതായിരിക്കും. അപ്പൊ സെറം സത്യത്തിൽ വരുന്നത് ടോണറിന്റെയും മോയ്സ്ചറൈസറിന്റെയും നടുക്കാണ്. അപ്പം സെറം നമ്മൾ ആക്ച്വലി ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ സെറത്തിന്റെ ആവശ്യം ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒത്തിരി പ്രശ്നങ്ങൾ, മീൻസ് ആക്നെ, അതേപോലെ റാഷസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം സെറം യൂസ് ആക്കുക. ഇപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇത്രയും കാര്യങ്ങളുടെ ആവശ്യമേ ഉള്ളൂ, സെറത്തിന്റെ ആവശ്യമില്ല. ഇനി അഥവാ നിങ്ങളുടെ മുഖത്ത് പിഗ്മെന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി കണ്ടന്റ് ഉള്ള സെറം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പോഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നയസിനമൈഡ് സെറം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ എന്റെ ഫേസിലും പോഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മിനിമലിസ്റ്റിന്റെ നയസിനമൈഡ് സെറമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ്. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഈ എന്ത് യൂസ് ചെയ്താലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടേ അതിനൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇപ്പം ചിലവരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ പോഴ്സ് ഒരു 1 month ഒക്കെ നമ്മൾ യൂസ് ചെയ്താൽ മതിയായിരിക്കാം. പക്ഷെ ചിലവർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. കുറേ നാൾ യൂസ് ചെയ്താൽ മാത്രമേ ഈ പോഴ്സ് ഒക്കെ ഒന്ന് കുറയത്തുള്ളൂ. അപ്പൊ നമുക്ക് ഹൈഡ്രേഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഹൈലറോണിക് ആസിഡിന്റെ സെറം ആയിരിക്കണം നമ്മൾ യൂസ് ആക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ സ്കിൻ കെയർ ചലഞ്ച് ചെയ്യുന്ന ടൈമിൽ ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. എന്നാലേ കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം പലരും പറയും നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് മാത്രം യൂസ് ചെയ്ത സ്കിൻ ഭയങ്കര കിടിലനാവുമെന്ന്. പക്ഷെ ഒരിക്കലും ഇല്ല. നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് ചെയ്തിട്ട് നമ്മൾ ക്ലെൻസർ, മോയ്സ്ചറൈസർ, അതേപോലെ സൺസ്ക്രീനും കൂടിയൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആവത്തുള്ളൂ. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നല്ല രീതിക്ക് കുടിക്കുക. പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഈ സാധനങ്ങളെല്ലാം എടുക്കുക. നട്ട്സ് എടുക്കുക. പിന്നെ വൈറ്റമിൻ സി സപ്ലിമെന്റും കൂടി ഇതിന്റെ കൂട്ടത്തിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ചേഞ്ച് ആകും. അപ്പം ഇതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ചേഞ്ച് നമ്മുടെ സ്കിന്നകത്ത് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നാളെ മുതൽ ഞാൻ എന്റെ സ്കിൻ കെയർ ചലഞ്ച് വീഡിയോ ഇടുന്നതായിരിക്കും ഷോർട്സ് ആയിട്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബൈ.